അപ്പൊ ഇന്ന് ഇതാ നമ്മളെ എല്ലാരും വന്നിട്ട് പട്ടാമ്പിത്തെ നല്ല തീറ്റയും കൂടി നടക്കുന്നുണ്ട് ഇവിടെ. ഷുഗർ ഡയറ്റ് അദ്രസിലാണ് ജാസ്യം ഒരു ലോഡ് മിഠായിണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇയർഫോണൊക്കെ ഇട്ടിട്ട് എൻജോയ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ആവുകൊണ്ട് സുലു അറിയണേ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എത്ര കുറച്ചും കൂടി പ്രസവിക്കായിരുന്നു. അതായത് എല്ലാവർക്കും വന്ന് ഇരിക്കും ചെയ്യാം. അപ്പം പിന്നെ ഇവിടോട്ട് എത്ര ടോന്റെ കൂടെ ഇരിക്കണത് ഇക്കാക്ക് എന്തായാലും ധൈര്യമില്ല. ഇക്കാനെ എനിക്ക് നല്ല ധൈര്യത്തിൽ വന്നതാ. പിന്നെ പെട്ടെന്ന് എന്തൊരു അസ്വസ്ഥത. അപ്പൊ എന്നോട് എന്താ നീ നിനക്ക് കൂടെ ഇരിക്കണ നോക്കി ഞാൻ നിൽക്കാം. അങ്ങനെ ഇക്കാന് ഷെഫ്മോനക്ക് ഷെഫ്മോൻ പറഞ്ഞിരുന്നു നിക്കണതില്ലേ ധൈര്യം ഉണ്ടാവും അല്ലേ? ഷെഫ്മോട്ട് നിൽക്കണോ? എനിക്ക് നിൽക്കാൻ പറ്റുമോ? നിൽക്കാനെ പറ്റും. പക്ഷെ നിൽക്കണ്ടേ നബിലൊട്ടിയും കൂട്ടരും ചോറ് കഴിക്കാൻ പോയി. കുഞ്ഞാപ്പി വരും. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാരും ലേബർ റൂമിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുക. എന്താണാവോ നമ്മളിതിന്റെ ഉള്ളിൽ പക്ഷെ വേദന വരാൻ നേരത്തെ എല്ലാരും ഓടും. വേദന വരാൻ നേരത്തെ എല്ലാരും ഓടും. ഞാൻ ഓടാൻ വേണ്ടി നിൽക്കുക. അപ്പൊ പിന്നെ നെബിനെ ഏറ്റെടുത്തിട്ടാണ് ഇവിടെ ഇരിക്കാറുണ്ട്. പേടിയുള്ള ആൾക്കാരുടെ ധൈര്യത്തിന് ആളെ പക്ഷെ ഇവരൊക്കെ നോർമലാ. ഇവരൊക്കെ നോർമലാ. പ്രസവമൊക്കെ ക്ലിയർ അല്ലേ? അൽഹംദുലില്ലാ. നമുക്ക് ബേജാറൊന്നുമില്ല. ഇപ്പോഴും എനിക്ക് ആ ഒരു പേടിയൊന്നും വന്നിട്ടില്ല. ലേബർ റൂമിലെ ചർച്ചകളൊന്നും കഴിഞ്ഞിട്ടില്ല അല്ലേ? ലേബർ റൂമിലെ ചർച്ചകളൊന്നും കഴിഞ്ഞിട്ടില്ല. ബിരിയാണി കഴിച്ച് അപ്പൊ ഞാനതാ പറഞ്ഞു ഇത്ര ദിവസം അമ്മനെ അങ്ങനെ കണ്ടില്ല. ചെന്ന് അമ്മന്റെ മുഖത്തൊരു അങ്കരാപ്പ് ചെറുതായിട്ട് വന്നു. ഇത് ഉണ്ടാവും. എന്ത് കുട്ടിയാക്കാരും അവനാ അമ്മച്ചി ആൺകുട്ടിയാണ്. ലഭിലാവോ വയറണിട്ടെന്ന് തോന്നി. എനിക്ക് വയറണിട്ട് അവനാ എപ്പോഴും. പക്ഷെ ഞാൻ പറയാം മിറാക്കിൾ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് ചിലപ്പോ പെൺകുട്ടി ആവും. ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ചെറുതായിട്ട് മഷി ഇപ്പം സിസേറിയൻ ചെയ്യാന്നാ പറഞ്ഞു. ഞങ്ങൾ സിസേറിയൻ ആയതുകൊണ്ട് ഞങ്ങൾ ഇതേപോലെ ഞങ്ങളെല്ലാവരും സിസേറിയൻ കഴിഞ്ഞപ്പോൾ പുതിയതാ ഷെഫ് കറിയില്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിലാക ഞെഞ്ഞാള് എടുക്കെടുക്ക സിസ്റ്റർ ഡോറ് കുട്ടിക്ക് കഴുത്തിൽ ചുറ്റിയിരുന്നു. അതുകൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല. കുട്ടികളെല്ലാം കണ്ട് തുടച്ചു വൃത്തിയാക്കിട്ട് കൊണ്ടുവന്ന് കാണിച്ചു. അവിടുത്തെ കുട്ടിയെ കാണിച്ചു കൊടുത്തു. ഒന്നുമില്ല. അതിനെ കണ്ടു സന്തോഷമായി. കരഞ്ഞു തുടച്ചു വൃത്തിയാക്കി കാണിച്ചു.
അതാ ഞാൻ പറഞ്ഞില്ല കരയുന്നത്. പട്ടത് കാരണം സ്പോട്ടില് എന്തൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളുടെ മനസ്സിൽ പോയത് കഴിഞ്ഞാൽ മതി. അടിപൊളി. ഒരു പെൺകുട്ടിന് കിട്ടിയതാ കുറച്ച് കാലമായി കിടക്കുന്ന ഒരു പെൺകുട്ടിനെ ആഗ്രഹിച്ചിട്ട് എന്തായാലും ഒരു കൊണ്ടോനായിരിക്കും. പക്ഷെ അതിനിടയിൽ പെൺകുട്ടി പട്ടാമ്പത്തെ വീട്ടിലെ ഇന്ത്യക്ക് ശേഷം പെൺകുട്ടി ഉണ്ടായിട്ടില്ല. ചെക്കറാപ്പ എന്താ പറയാനുള്ളത്? പറയാനുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നും ഒരുപാട് പറയാനൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയേണ്ടതെന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നില്ല. എന്തായാലും നമ്മളെ കൂട്ടുകാരോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം പ്രത്യേകിച്ച് അള്ളാഹുവിനോടും പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് കൂട്ടുകാരോടും എല്ലാവരെയും ദുആ അല്ലാത്ത ദുആയാണ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. കാരണം പറയാൻ തന്നെ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെപ്രാളപ്പെട്ട് പറയുന്നത്. അതിനിപ്പോൾ എന്തായാലും കുട്ടികളിൽ ആദ്യം കാണിക്കുള്ളൂ. എല്ലാവരും കുട്ടി വന്നു, സന്തോഷമായി. മമ്മേനെയും കാണണം. എന്തായാലും നമ്മൾ പ്രതീക്ഷ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികൾ എല്ലാവരും പറഞ്ഞ പോലെ ഞങ്ങള് ഇങ്ങനെ തന്നെ വാങ്ങും. കാര്യം ഒന്ന് ചുണ്ടിൽ വെക്കണം കുറച്ച് നേരം. എന്താ ആങ്ങളെ കാണുമ്പോ കരയുന്നത്? അച്ഛനെ കരയുന്ന എന്തിനാ? ഇപ്പൊ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കും. അങ്ങോട്ട് കൊണ്ട് കാണിക്കും. പിന്നെ കുറച്ചു നേരം ഒരു 3-6 മണിക്കൂർ ഇവിടെ കിടത്തും. പിന്നെ റൂമിലേക്ക് ആക്കും. കൊണ്ടോയിക്കോട്ടെ. ചൂടിലൊക്കെ കടന്നോട്ടെ. ചൂടിൽ വെക്കണം. ഡോക്ടറാണ്, കുട്ടികളുടെ ഡോക്ടർ. സാർ പറഞ്ഞുതരും. 3.075 കുറച്ചേരം ഒബ്സർവ് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പാല് കുടിപ്പിച്ചിട്ടോ. ഇക്കാക്കായി മക്കളെ, ഇക്കാക്കായി. അങ്ങനെ ഈ പോത്താച്ചി ഇക്കാക്കാക്ക് കുഞ്ഞി പെങ്ങളുട്ടി പറഞ്ഞ പ്രാർത്ഥന പോലെ തന്നെ പെൺകുട്ടിയായി. ഇങ്ങനെ നോക്കണ്ടേ ഈ സൗണ്ടിന്റെ ഏതോ അത് ചെറുപ്പത്തിൽ ഒരു രസമാണ്. കുറച്ച് വെളുപ്പിക്കുക. കുട്ടിനെ കാണണ്ടേ? കുറച്ച് കഴിയാൻ കുട്ടിനെ കാണാനും ഓള് വരുമ്പത്തിന് 2-3 മണിക്കൂറാണ്. കെട്ടണ ഉപ്പായാക്കാരാ. എന്തായാലും കുറെ കാണാനും കുറെ ആൾക്കാരുണ്ടായിരുന്നു. മമ്മനെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ, കാണാൻ പറ്റുള്ളൂ. കുട്ടിക്കിടാനുള്ള ടർക്കി ഡ്രസ്സ് ഒക്കെയാണ്.
ഇതുവരെ ഞാൻ കുട്ടീനെ എടുത്തിട്ടില്ല കേട്ടോ. കുട്ടീനെ ആദ്യം എടുത്തിട്ടുള്ള സ്വപ്നോനാണ്. നമുക്ക് എടുക്കാൻ ടൈം കൂടി എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ പോണത് കുട്ടീനെ. അതിന്റെ പൊടി നല്ല വിശപ്പില്ലാണോ തോന്നുന്നുണ്ട്. അതല്ലേ കൈ എടുക്കുമ്പോ കരയാ. മൂത്താപ്പേട്ടാ മൂത്താപ്പേനെ എനിക്ക് ഞാൻ ആദ്യം നിർത്തട്ടെ. കയ്യൊക്കെ ഞാൻ കരുതി മൊത്തം കൂട്ട് ചെയ്താം. കണ്ണ് തുറന്നിട്ടാണ് കണ്ണൊക്കെ തുറന്നിട്ടു. 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാ കൊണ്ടുകൊണ്ടു പറഞ്ഞു. കാക്കോളാണ് ചുറ്റിനും കുട്ടിന് ഒരേ അമ്മായി ഉമ്മൊന്നും കൊടുക്കണ്ട. കണ്ടോ ഇജ്ജ് തൊട്ടപ്പോ തന്നെ കുട്ടി കറച്ചു. അമ്മായിന്റെ കെട്ടിയ ഓൾക്കൊരു കമ്പല്ലേ. ഓള് സായിമോനെ നീ കടത്തി നോക്കാം. ഇങ്ങനെയൊക്കെ പരിചയം വേണേ. ആ നല്ല ഒക്കാണ് ഒക്കെ. അല്ല പിന്നെ പശുവിനെ ഒങ്ങിക്കോ. രാത്രി ഞാൻ എന്നെ എന്തിന് ഇന്ന് തന്നെ കൊടുത്തു. ഞാനാണ് പുറത്തുനിന്ന് ഉഴിഞ്ഞാള്. ഇങ്ങനെ ഉഴിഞ്ഞ ഒച്ച ഉണ്ടാക്കിയതാണ് ഞാൻ. ഡിമാൻഡ് പരിചയത്തോലെ കിടക്കുക. അജൊക്കെ നിക്കാക്കായി ഇത്ര ചെറുപ്പത്തിൽ തന്നെ. ശരി. അപ്പൊ ഞാൻ ഇനി ശൈലമ്മ കുറച്ച് റിക്കവർ ആയിട്ട് വരും. 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ കൂടെ കോളേജൊക്കെ റിക്കവർ ആവാറില്ല. അപ്പൊ ഞങ്ങൾ നാളെ ഞാൻ സാരി എടുത്തിട്ടോ. നാളെ സാരിയുടെ ആണോ? ഫുഡ് കഴിച്ചു ഹാപ്പി. നമ്മളാണോ ഫുഡിന്റെ ആളോ? അപ്പൊ ഇന്ന് രാവിലെ ഇവിടുന്ന് പോയതാണ്. അപ്പൊ എന്തായാലും ഇക്കാക്കായിട്ട് ഇപ്പൊ ഇവിടെ തിരിച്ചു വന്നു. ഇതിനൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. അത്രയൊരു സന്തോഷമായിരുന്നു. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ച പോലെ തന്നെ നമുക്കൊരു പെൺകുട്ടി ആവും ചെയ്തു. മമ്മിയും കുട്ടിയൊക്കെ സേഫാണ്. മമ്മനെ ഇപ്പൊ റൂമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി മമ്മ വന്നിട്ടുള്ള വീഡിയോ ഒക്കെ ഇനി നമുക്ക് അടുത്തതിൽ കാണിച്ചു തരാം. എന്തായാലും കുഴപ്പമൊന്നുമില്ല. രണ്ടുപേരും ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കണ്ടില്ല. അപ്പൊ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയില് നമുക്ക് മമ്മനെയും കുട്ടിനെയും ഒക്കെ കാണിച്ചു തരാം.